ചങ്കള എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാൻ കുടുംബക്കാർക്ക് സ്വന്തക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ ഇന്നത്തെ ആഴ്ചയിൽ മല്ലിശ്ശേരി സ്റ്റൈൽ പപ്പടം പൊരിയാണ്. നല്ല രസമുള്ള ഐറ്റാണ്. തിന്ന് പിന്നെയും തിന്നുകൊണ്ടിരിക്കും. വെറുംചോറിന്റെ കൂടെ അതുപോലെ തന്നെ തേങ്ങാച്ചോറ്, നെയ്ച്ചോറ്, മന്തി, ബുഹാരി റൈസ്, കപ്സ എല്ലാ ഐറ്റത്തിന്റെ കൂടി ചൈനീസ് ആവട്ടെ, ഇന്ത്യൻ ആവട്ടെ, നോർത്ത് ഇന്ത്യൻ ആവട്ടെ എല്ലാതിന്റെ കൂടി നിന്നാൻ പറ്റുന്ന ഐറ്റാണ്. 2 രൂപത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടോളി. ഈ ടൈം നിങ്ങൾ വേസ്റ്റ് ആവില്ല, അത് ഉറപ്പാണ്. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടി. ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്ന പപ്പടാട്ടോ. സാധാരണ ഇവിടെ നിന്ന് വാങ്ങിയതാണ്. നല്ല പപ്പടാണ്, വലിയ കുഴപ്പമില്ല. കുറെ ദിവസമായി ഇപ്പോഴും ഒരു കേടുമില്ലാതിരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, പപ്പടം നമ്മൾ നുറുനെ നുറുക്കിയിട്ടേ തിജിന് കത്തിച്ച് എണ്ണ നല്ല ചൂടായതിനു ശേഷം അതിൽ കിട്ടുക വറുത്തിന് കോരുക. ഇത്രേ ചിജുണ്ടുള്ളൂ. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചിജണം. തിജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴഞ്ഞും കൊണ്ടാവും. തിജ് കൂടി കഴിഞ്ഞാൽ കരിയും ചിജും. അപ്പൊ എന്ത് ചെയ്യുക, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേമാതിരി ഇങ്ങോട്ട് കോരി എടുക്കുക, ഇടുക കോരുക, അത്തരത്തിനുള്ളൂ കേട്ടോ. കൂടുതൽ ചോപ്പിച്ചാനോ നിൽക്കരുത്. ഇങ്ങോട്ട് എന്ത് ചെയ്യുക, അതേമാതിരി സ്റ്റീലുള്ള ഒരു കുണ്ടമാത്രം എടുക്കുക. ആ പൊരിച്ചതൊക്കെ ചൂടാറിന് മുമ്പ് നേരെ വെക്കാൻ ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഉണക്കമുളക് കുത്തിപ്പൊടിച്ച് നേരെ അതിന്റെ മുകളിൽ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന്റെ മുകളിൽ നന്നായിട്ട് വെതറിന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. കുട്ടികളുണ്ടെങ്കിൽ എരിവ് കമ്മിയായിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും ചിച്ച കുറക്കും ചിച്ച. പക്ഷെ ഉണക്കമുളക് നല്ല മുരിഞ്ഞ ഉണക്കമുളകാകണം. എന്നാലും ഇതേമാതിരി ഇങ്ങോട്ട് ആകുമ്പോൾ പിടിച്ച് കിട്ടുള്ളൂ. ചൂടുകൊടുക്കൽ ചിജും പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം എടുത്തക്കണം എന്ന് വിചാരിക്കണമെങ്കിൽ ഇതേമാതിരി പ്ലാസ്റ്റിക്കിന്റെ ബോക്സിലോ അല്ലെങ്കിൽ വല്ല ഗ്ലാസ് ഭരണിയിലോ എന്തെങ്കിലും കെട്ടക്കട്ടെ. എന്നാൽ കുട്ടികൾക്ക് ഇടക്കിടക്ക് എടുത്ത് തിന്നും ചിജയിന്ന് കുറച്ച് കമ്മിയാക്കിയാൽ മതി. അടുത്തത് ബിരിയാണി, മന്തി, ബുഹാരി റൈസിന്റെ കൂടെ തിന്നാൻ പറ്റുന്ന റേറ്റ് ഉണ്ടാക്കാൻ പോണത്. അത്യാവശ്യം ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അതിന്റെ മുകളിൽ കുറച്ച് നാരങ്ങണി പീഞ്ഞു പാരുക. ഇത് വേറെ ലെവലാണ്. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ 2 ഐറ്റം ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ ഈ പപ്പടം പൊരിച്ചുകളെ കോഴി പൊരിച്ചാലാണ് കേട്ടോ. വേറെ ലെവലാണ്. അപ്പൊ എന്തായാലും വെള്ളച്ചോറിന്റെ കൂടെ നാരങ്ങ പിച്ചാത്താണ് തിന്നണം. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ഓക്കെ, ബൈ.